ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 11 കെമിസ്ട്രിയിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ പാർട്ട് 1 നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് മാർച്ച് 2013 ചോദിച്ചതാണ്, റിയൽ ഗ്യാസസ് ബിഹേവ് ഐഡിയലി ഓൺലി അറ്റ് സർട്ടൻ കണ്ടീഷൻസ്. വാട്ട് ഈസ് എ ബോയിൽ പോയിൻറ്റ് ഓഫ് എ ഗ്യാസ്? അപ്പം റിയൽ ഗ്യാസസ് ഐഡിയലായിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ആദ്യം ചോദിച്ചേക്കാണ് ഗ്യാസിൻ്റെ ബോയിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിൽ പോയിന്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഒബീസ് ഐഡിയൽ ഗ്യാസ് ലോ ഓവർ ആൻ അപ്രീഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷർ. അപ്പോൾ 2 വട്ടം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബോയിൽ പോയിന്റ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ കംപ്രസിബിലിറ്റി ഫാക്ടർ. വാട്ട് ഈസ് ഇറ്റ്സ് വാല്യൂ ഫോർ എൻ ഐഡിയൽ ഗ്യാസ്? കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ Z ആണ്. അതിന് എക്സ്പ്രഷൻ ഏതാണെന്നാണ് പറയുന്നത്. Z = PV/nRT ആണ് എക്സ്പ്രഷൻ. ഇനി നമ്മളോട് പറഞ്ഞിട്ട് ഐഡിയൽ ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണെന്ന്. ഐഡിയൽ ഗ്യാസിന് Z = 1, ദാറ്റ് ഇസ് PV/nRT = 1, ദാറ്റ് ഇസ് അഗെയിൻ PV = nRT. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് വാസ് ഫൗണ്ട് ടു ബി 5.5 gram L/-1 at 2 bar pressure. കാൽക്കുലേറ്റഡ് മോളാർ മാസ്. അതായത് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്, മോളാർ മാസ് കാണാൻ പറയാണ്. അപ്പോൾ മോളാർ മാസും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും ഇവിടുത്തെ ഇക്വേഷൻ. സോ മോളാർ മാസ് ഇസ് ഈക്വൽ ടു DRT/P. ഡി എന്താ 5.5 ഇൻറ്റു 0.083. ആറിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിലും ഓരോ യൂണിറ്റ്സ് കണ്ട് എഴുതാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ. പിന്നെ ഇൻറ്റു 298, കാരണം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറാണ് ഇവിടെ എടുക്കണേ കേട്ടോ. അപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് ടെമ്പറേച്ചർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 298 കെൽവിൻ എടുക്കുക. ഓക്കെ, ബൈ 2. പ്രഷർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 68.02 gram per മോളിന് നമ്മുടെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് കിട്ടും. ഇനി അടുത്തത് 2013 ചോദിച്ചതാട്ടോ, വാട്ട് ഈസ് തെർമോഡൈനാമിക് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചറിൻ്റെ തെർമോഡൈനാമിക് സ്കെയിൽ എന്താണെന്ന്, അതാണ് കെൽവിൻ സ്കെയിൽ. പിന്നെ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസസ് ആസ് എ ടെമ്പറേച്ചർ ഡിക്രീസസ് ബൈ. എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കുറയണേന്ന്? വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസ് ആസ് എ ടെമ്പറേച്ചർ റൈസസ് ബിക്കോസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ മോളിക്യൂൾസ് ഹാവ് ഹൈ കൈനറ്റിക് എനർജി ആൻഡ് ക്യാൻ ഓവർകം ദ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ടു സ്ലിപ്പ് പാസ്റ്റ് വൺ അനദർ ബിറ്റ്വീൻ ദ ലെയേഴ്സ്. ഈ സെയിം റീസൺ തന്നെ വേണമെന്നില്ല, ഞാൻ നോട്ട്സിൽ പറഞ്ഞതായാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിൽ ഹൈ കൈനറ്റിക് എനർജി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരെന്തുണ്ടാവും, ആ ഇന്റർമോളിക്കുലർ ഫോഴ്സ് അവർ ഓവർകം ചെയ്തിട്ട് ബിറ്റ്വീൻ ദ ലെയേഴ്സ് അവർ സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് വിസ്കോസിറ്റി കുറയണത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, അപ്പോൾ അവർ പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ വിസ്കസ് പ്രോപ്പർട്ടി അവരുടെ കുറഞ്ഞു വരും. അതായത് സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അവർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, gas deviate from ideal behavior due to 2 faulty assumptions of kinetic theory of gases. State those faulty assumptions. അപ്പോൾ 2 faulty assumptions കാരണമാണ് ഐഡിയൽ ബിഹേവിയർ എന്ന ഗ്യാസ് ഡിവിയേറ്റ് ചെയ്യണേ. ആ 2 പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 3ാമത്തെ വട്ടാട്ടോ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. there is no force of attraction between the molecule of gas. പിന്നെ actual volume of molecule is negligible compared to the total volume. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് explains the behavior of real gases. What does van der Waals constant A indicate? അപ്പോൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ ആണ് അല്ലേ? അപ്പോൾ വാൻ ഡെർ വാൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള A എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യണതെന്ന് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന്, അതുകൊണ്ട് പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാൻ ഡെർ വാൾ കോൺസ്റ്റൻ്റ് A എന്തിനാണ് മെഷർ ചെയ്യണത്? ഇറ്റ് ഇസ് എ മെഷർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് വിത്തിൻ ദ ഗ്യാസ് ആൻഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് പറയണം. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, എത്രകൊണ്ട് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ആ ഗ്യാസ് തമ്മിലുണ്ട്, അതിനെയാണ് അത് ഡിനോട്ട് ചെയ്യണത്. ഇനി വാട്ട് ഈസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്? ഗ്യാസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് ആൻഡ് ഇറ്റ്സ് വേപ്പർ കോഎക്സിസ്റ്റ് ആൻഡ് അബവ് വിച്ച് ദ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ പ്രഷർ. അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ വേപ്പർ ഫേസും ഗ്യാസ് ഫേസും കോ എക്സിസ്റ്റ് ചെയ്യണം, രണ്ടും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറാണത്. അതിൻ്റെ മേലെയുള്ള ടെമ്പറേച്ചറിൽ ഗ്യാസിന് എത്ര എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താലും നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, at 25 degrees Celsius and 760 mmHg pressure, a gas occupies 600 milliliter volume. What will be its pressure at a height where temperature is 10 degrees Celsius and volume of gas is 640 milliliter? അതായത് ഒരു ടെമ്പറേച്ചർ തന്നുണ്ട്, പ്രഷർ തന്നുണ്ട്. ആ 2 കണ്ടീഷൻസിൽ
ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യണ വോളിയം എന്ന് പറയുന്നത് 600 ആണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസിലേക്കും വോളിയം 640 ml ആക്കുമ്പോൾ പ്രഷർ എത്ര ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കമ്പൈൻഡ് ഗ്യാസ് ലോ ആണ് ഇവിടെ യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് P1 തന്നിട്ടുണ്ട് 760 mmHg, V1 തന്നിട്ടുണ്ട് 600 ml, T1 തന്നിട്ടുണ്ട് 25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അതിനെ നമ്മൾ കെൽവിനിലേക്ക് ആക്കണം. പ്ലസ് 273 ചെയ്യുമ്പോൾ 298 കെൽവിൻ കിട്ടും. V2 നമുക്കറിയാം 640 ml തന്നിട്ടുണ്ട്. T2 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, പ്ലസ് 273, സോ 283 കെൽവിൻ കിട്ടും. ഇനി കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ, P1 V1/T1 = P2 V2/T2. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ അത് എന്ത് ഇക്വേഷൻ ആണെന്ന് കൂടി മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിട്ടുള്ള PV = nRT എഴുതണമെങ്കിൽ അതിന് ആ ഇക്വേഷൻ എഴുതണമായിട്ട് മുമ്പ് അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് PV = nRT എഴുതുക. ഇവിടെ ഇപ്പോൾ നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ലോൻ്റെ ഇക്വേഷനാണ് എഴുതണേ. അപ്പോൾ എഴുതുമ്പോൾ അക്കോർഡിംഗ് ടു കമ്പൈൻഡ് ഗ്യാസ് ലോ ഇക്വേഷൻ P1 V1/T1 = P2 V2/T2 ഇങ്ങനെ എഴുതണം കേട്ടോ. ഇനി P2 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ P2 = P1 T1 T2/T1 V2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എന്ത് കിട്ടും, P2ൻ്റെ 676.6 mm of Hg എന്ന് കിട്ടും. ഇനി അടുത്തത് മാർച്ച് 2014 ചോദിച്ചതാട്ടോ, വാട്ട് ഈസ് ബോയിൽ പോയിന്റ് ഓർ ബോയിൽ ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് എ പ്രഷർ കുക്കർ ഇസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ്. വൈ? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവാണ്, അതുകൊണ്ട് അത് ലോ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. അത് കാരണം നമുക്ക് പ്രഷർ കുക്കർ ആവശ്യമുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി a neon dioxygen mixture contains 70.6 gram dioxygen and 167.5 gram neon. If the pressure of the mixture of gases in the cylinder is 25 bar, what are the partial pressures of oxygen and neon in the mixture? അതായത് നിയോൺ ഡയോക്സിജൻ മിക്സ്ചർ ആണ് നമ്മൾ എടുത്തേണത്. അതിൽ ഓരോന്നിൻ്റെയും മാസ് തന്നിട്ടുണ്ട്. പ്രഷർ 25 bar ആണ്. അപ്പോൾ ഓക്സിജൻ്റെയും നിയോണിൻ്റെയും പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാർഷ്യൽ പ്രഷർ കാണണമെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? P1 = Chi1 × T എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ, PT എന്ന് പറഞ്ഞ ഇക്വേഷൻ. ആ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡയോക്സിജൻ എന്ന് പറയുന്നത് 70.6 ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്. ദാറ്റ് ഇസ് 70.6/32 2.21 മോൾ എന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് നിയോൺ എന്ന് പറയുന്നത്, നിയോണിൻ്റെ തന്നിരിക്കുന്ന മാസ് 167.5 gram ആണ്, ഡിവൈഡഡ് ബൈ 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 8.375 മോൾ. ഇനി നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഡയോക്സിജൻ കാണുകയാണ്. സോ 2.21, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ 2.21/2.21 പ്ലസ് 8.375 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 0.21 ആണ്. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് നിയോൺ ചെയ്യുമ്പോൾ 8.375/2.21 പ്ലസ് 8.375 കിട്ടുക 0.79 ആണ്. ഓക്കെ, അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷറാണ് അല്ലേ. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു 0.21 × 25 bar അത് നമുക്ക് തന്നിട്ടുണ്ട്, ഈക്വൽ ടു 5.25 bar ആണ്. നിയോണിൻ്റെ 0.79 × 25 bar ഈക്വൽ ടു 19.75 bar എന്ന് കിട്ടും. ഇനി അടുത്ത ചോദിച്ചാണത്, particles of soil at the bottom of a river remain separated but they stick together when taken out. Name the property behind this. അതായത് നമ്മൾ റിവറിൻ്റെ ബോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ സോയിൽ പാർട്ടിക്കിൾ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കും, പക്ഷെ അവർ അടുപ്പിച്ചടുപ്പിച്ചാൽ നിൽക്കുക, ഒട്ടിയൊട്ടിയാൽ നിൽക്കുക. കാരണം എന്താ? ഇതിൻ്റെ പിന്നിലുള്ള പ്രോപ്പർട്ടി എന്താ? സർഫസ് ടെൻഷൻ. ഓക്കെ, ഇനി അടുത്തത്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചേഴ്സ് ഓഫ് അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ 405.5 Kelvin and 304 Kelvin respectively. On cooling these gases from 500 Kelvin, which gas will liquefy first? അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചേഴ്സ് ഓഫ് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ 500 Kelvin നിന്ന് ഇവർ കൂൾ ചെയ്യുകയാണെങ്കിൽ ആരാണ് ആദ്യം ലിക്വിഫൈ ചെയ്യുക? ഞാൻ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹയർ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹയർ വിൽ ബി ദ ഈസ് ടു ലിക്വിഫൈ ദാറ്റ് പെർട്ടിക്കുലർ ഗ്യാസ്. അപ്പോൾ ഇവിടെ ഏതിനാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? അമോണിയയ്ക്ക് അല്ലേ. അപ്പോൾ പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യുക അമോണിയാണ്. ഓക്കെ, ഇനി അടുത്തത്, വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആർ അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. റൈറ്റ് ദ നെയിം ഓഫ് എനി 2 types ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. അപ്പോൾ വാൻ ഡെർ വാൾസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും 2 ടൈപ്പ് എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്, പിന്നെ ഡൈപോൾ ഫോഴ്സസ്. ഓക്കെ, ഇനി അടുത്തത് ഓഗസ്റ്റ് 2014 ചോദിച്ചേക്കാണ്. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്, എന്നിട്ട് പറഞ്ഞേക്കാണ് നെയിം ദ ഗ്യാസ് ലോ ഷോൺ ബൈ ദി എബവ് ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് കാണിക്കുന്ന ഗ്യാസ് ലോ ഏതാണെന്ന്. പ്രഷർ അഗെയിൻസ്റ്റ് വോളിയം ഗ്രാഫാണ് തന്നെയാണ്, ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻ്റ് ആക്കി സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചാണ്. അപ്പോൾ ഇത് ഏത് ഗ്രാഫാണ്? ബോയിൽസ് ലോൻ്റെ ഗ്രാഫാണ്. ഇനി സ്റ്റേറ്റ് ദ ഗ്യാസ് ലോ എന്ന് പറഞ്ഞിട്ട് ലോ അറിയാലോ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അറ്റ് എ ഫിക്സ്ഡ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ
ഇതാണ് അതിൻ്റെ ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ചിലപ്പോൾ ഗ്രാഫ് കാണുമ്പോൾ എങ്ങനെയാണ് ഇത് ബോയിൽസ് ലോ എന്ന് മനസ്സിലായിരുന്നു. പ്രഷർ അഗെയിൻസ്റ്റ് 1/v എന്നാണ് തന്നെയാണ്. പ്രഷർ അഗെയിൻസ്റ്റ് വോളിയം ഗ്രാഫാണ്, പക്ഷേ P അഗെയിൻസ്റ്റ് 1/v എന്നാണ് തന്നെയാണ്. P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v അല്ലേ. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് പ്രഷർ അഗെയിൻസ്റ്റ് വെറും V എന്ന് പറഞ്ഞ വോളിയം ആണെങ്കിൽ അതൊരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഗ്രാഫായാണ്, നേരത്തെ നമ്മൾ കണ്ടത് പോലത്തേക്ക്. ഓക്കെ, ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്. കാരണം എന്താ, P അഗെയിൻസ്റ്റ് 1/v ഗ്രാഫാണ്. അപ്പോൾ 1/vയും Pയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയ കാരണമാണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ടെമ്പറേച്ചർ വന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അറ്റ് 35 degrees Celsius and 700 mm of Hg pressure, a gas occupies a 500 milliliter volume. What will be its pressure when the temperature is 15 degrees Celsius and the volume of gas is 450 ml? അതായത് നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്, പിന്നെ ഒരു വോളിയം തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ടെമ്പറേച്ചറിനെ മാറ്റി 15 ഡിഗ്രി സെൽഷ്യസ് ആക്കി, വോളിയത്തിനെ മാറ്റി 450 ml ആക്കി. അപ്പോൾ ആ ടൈമിലുള്ള പ്രഷർ എന്താണെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻഡ് ഗ്യാസ് ലോ എടുക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു കമ്പൈൻഡ് ഗ്യാസ് ലോ P1V1/T1 equal to P2V2/T2. ഇതിന് മുമ്പ് എഴുതേണ്ട കാര്യം എന്താ, ഗിവൺ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എഴുതുക. എന്നിട്ട് വേണം നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ലോ ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഗിവൺ എഴുതുക, പിന്നെ ഇട്ടിട്ട് ഫൈൻഡ് എഴുതുക, പിന്നെ ഇക്വേഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ P2 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ P2 is equal to P1V1/T2/T1V2. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P2 equal to 727.3 mm of Hg എന്ന് കിട്ടും. ഇനി അടുത്തത് മാർച്ച് 2015 ചോദിച്ചതാണ്. The gases which obey gas law at all temperature and pressure are called ideal gases. അതായത് എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഗ്യാസ് ലോ ഒബേ ചെയ്യണ ഗ്യാസസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. ഗിവ് റീസൺസ് ഫോർ ദ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യാനുള്ള റീസൺസ്. വീണ്ടും ആ രണ്ട് ഫോൾട്ടി അസംഷൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കൂ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കാൽക്കുലേറ്റ് ദ മിനിമം പ്രഷർ റിക്വയർഡ് ടു കംപ്രസ് 500 milliliter ഓഫ് എയർ അറ്റ് 1 atm ടു 300 milliliter അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അതായത് അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് സെയിം ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ V1 V2 ആക്കുമ്പോൾ എത്രയാണ് P1 മിനിമം പ്രഷറിലേക്ക് ആക്കാൻ പറ്റുന്ന ആ മിനിമം പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ബോയിൽസ് ലോ ആണ്. കാരണം Pനും Vനും റിലേറ്റ് ചെയ്തിട്ടാണ് അറ്റ് സെയിം ടെമ്പറേച്ചർ. അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. സെയിം ടെമ്പറേച്ചറാണ്. അപ്പോൾ അത് ബോയിൽസ് ലോ. P1V1 equal to P2V2. P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ P1V1/V2 എന്ന് കിട്ടും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1.67 atm എന്ന് കിട്ടും. ഇനി അടുത്തത് സേ 2015 ചോദിച്ചതാണ്. ദ കൈനറ്റിക് മോളിക്കുലർ തിയറി പ്രൊവൈഡ്സ് എ തിയററ്റിക്കൽ ബേസിസ് ടു എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ഫാക്ട്സ് റിലേറ്റഡ് ടു ഗ്യാസസ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് മോളിക്കുലർ തിയറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലായില്ലേ. ഇനി എ പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ദ ഗേഷ്യസ് സ്റ്റേറ്റ്. ഗേഷ്യസ് സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ശരിയെന്ന്. മോളിക്യൂൾസ് ഹാവ് ഫിക്സ്ഡ് പൊസിഷൻ. മോളിക്യൂൾസിന് ഫിക്സ്ഡ് പൊസിഷൻ ആണോ? അല്ല, റാൻഡം മോഷനിലാണ് പോവുക അല്ലേ. മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ, ശരിയല്ലേ. അപ്പോൾ അതാണ് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നോക്കാം ഇനി. ഓൾ മോളിക്യൂൾസ് ഹാവ് സെയിം സ്പീഡ് അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ആണോ? അല്ല. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. നോ, അതും ഫാൾസ് ആണ്. അപ്പോൾ കറക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്, അതായത് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ എന്ന് പറഞ്ഞ പോയിൻ്റാണ് കറക്റ്റ്. ഇനി അടുത്തത് ബി പോയിന്റ്. എ സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഒക്യുപ്പൈസ് എ വോളിയം ഓഫ് 300 milliliter അറ്റ് 1.2 bar പ്രഷർ ആൻഡ് 5 degree Celsius. കാൽക്കുലേറ്റ് ദി വോളിയം അറ്റ് 0.45 bar പ്രഷർ ആൻഡ് 70 degree Celsius. അതായത് നമുക്ക് V1 വോളിയം തന്നിട്ടുണ്ട്, T പ്രഷർ തന്നിട്ടുണ്ട്, T1 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, P2 പ്രഷർ തന്നിട്ടുണ്ട്, T2 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, V2 കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുക കമ്പൈൻഡ് ഗ്യാസ് ലോ ആണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ഏതാ, അതിനുശേഷം അക്കോർഡിംഗ് ടു കമ്പൈൻഡ് ഗ്യാസ് ലോ P1V1/T1 equal to P2V2/T2. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V2 987 milliliter എന്ന് കിട്ടും. ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ 273.15 കൊണ്ടാണ് ആഡ് ചെയ്തതാണ്. അതായത് 5 degree Celsius ആയിരുന്നു, അതിന് പ്ലസ് 273.15 കൊണ്ട് ആഡ് ചെയ്തുകൊണ്ടാണ് 278.15 എന്ന് കിട്ടിയത് കേട്ടോ. ഇനി അടുത്തത് മാർച്ച് 2016 ചോദിച്ചതാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് ട്രൂ ഫോർ ഐഡിയൽ ഗ്യാസസ് ഓൺലി. There is modified form of ideal gas equation applicable to all gases. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വാലിഡ് ആവുക ഐഡിയൽ ഗ്യാസസിന് മാത്രമാണ്. അപ്പോൾ എല്ലാ ഗ്യാസിനും വാലിഡ് ആവുന്ന ഒരു മോഡിഫൈഡ് ഫോം ഉണ്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ. സോ ഗിവ് ദ നെയിം ഓഫ് ദ മോഡിഫൈഡ് ഫോം ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ അതിൻ്റെ പേരും ആ ഇക്വേഷൻ എന്താണെന്ന് എഴുതാനാണ് പറയുന്നത്. സോ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ആണ് മോഡിഫൈഡ് ഗ്യാസ് ലോ ഇക്വേഷൻ. അപ്പോൾ അത് എഴുതുക. പിന്നെ
For n number of moles of a gas, the equation is P plus n square A by V square into V minus Np is equal to nRT. ഇനി name the phenomenon behind cleansing action of soap. സോപ്പിൻ്റെ ക്ലെൻസിങ് ആക്ഷന് കാരണമായിട്ടുള്ള ഫിനോമിനൻ ഏതാണ്? സർഫസ് ടെൻഷൻ. ഇനി വാട്ട് ഡു യു നോ അബൌട്ട് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ? ഒന്നുമല്ല, ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കണേ. അപ്പോൾ അത് എഴുതുക. ഓക്കെ, പിന്നെ ജസ്റ്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും കൂടി എഴുതിക്കോളൂ. അതായത് പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 അങ്ങനെ എഴുതി പോവാം. വേർ P1 P2 P3 ആദ്യ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഗ്യാസസ് എന്നും കൂടി ഡിനോട്ട് ചെയ്യാം. ഇനി അടുത്തത് സേ 2016 ചോദിച്ചതാട്ടോ. An ideal gas is the one which obeys gas law. Derive an ideal gas equation. പിന്നെ at 27 degrees Celsius, a gas was compressed to half of its volume. To what temperature it must be heated so that it would occupy double its original volume? ആദ്യം പറഞ്ഞിരിക്കുന്നത് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഗ്യാസ് ലോസ് ഒബേ ചെയ്യണ ഒരെണ്ണമാണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ബി പാർട്ടിൽ ചോദിച്ചത് 27 ഡിഗ്രി സെൽഷ്യസിൽ ഗ്യാസ് ഉള്ള വോള്യത്തിൻ്റെ പകുതിയായി കംപ്രസ് ചെയ്തു. അപ്പോൾ ഏത് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താലാണ് അത് അതിൻ്റെ ഒറിജിനൽ വോള്യത്തിനെക്കാട്ടും ഡബിൾ ആവുകയെന്ന്. അപ്പോൾ ടെമ്പറേച്ചേഴ്സ് തന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഏത് ഓപ്ഷനാണോ ശരി അത് എഴുതുക. ഓക്കെ, ഇനി ലിക്വിഡ് ഡ്രോപ്സ് അസ്യൂം സ്പെരിക്കൽ ഷേപ്പ്. വൈ? ലിക്വിഡ് ഡ്രോപ്സിന് സ്പെരിക്കൽ ഷേപ്പാണുള്ളത്, എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇതിൽ ആദ്യം ചോദിച്ചത് ഡിറൈവ് ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതെങ്ങനെ ഡിറൈവ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഈ 3 ലോ കൂടിയിട്ടാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോയിൽസ് ലോ പ്രകാരം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും ആണ് V is directly proportional to 1/P. അത് ഇക്വേഷൻ 1 ആക്കി എഴുതി. പിന്നെ അക്കോർഡിംഗ് ടു ചാൾസ് ലോ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് V is directly proportional to T. അത് ഇക്വേഷൻ 2. പിന്നെ മൂന്നാമത്തെ അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലോ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ V is directly proportional to N. അത് മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി നമ്മളിത് മൂന്നും കമ്പൈൻ ചെയ്യാണ്. കമ്പൈനിങ് ദ അബവ് 3 ഇക്വേഷൻസ് വി ഗെറ്റ് V directly proportional to NT/P. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള R കൊണ്ടുവന്നു. സോ V is equal to R NT/P. ഈ Pനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക. സോ PV equal to nRT എന്നാവും. ഇതിൽ R is the universal gas constant and PV equal to nRT as a whole is known as the ideal gas equation. ഇനി നമ്മളോട് രണ്ടാമത് ചോദിച്ചത് എന്തായിരുന്നു? 27 ഡിഗ്രി സെൽഷ്യസിൽ ഗ്യാസ് അതിൻ്റെ പകുതി വോള്യമായിട്ട് കംപ്രസ് ചെയ്യും. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് അതിൻ്റെ ഒറിജിനൽ വോള്യത്തെക്കാട്ടും ഡബിൾ ആവുകയെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആദ്യം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ചെയ്ത്, അതായത് ഇവിടെ T1 തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്. അപ്പോൾ അതിൽ കെൽവിൻ ആക്കി +273 ചെയ്യുക. അപ്പോൾ 300 കെൽവിൻ കിട്ടി. പിന്നെ നമുക്ക് തന്നു ആദ്യത്തെ വോള്യം എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന വോള്യത്തിൻ്റെ പകുതിയാണ്. സോ ഉണ്ടായിരുന്ന വോള്യം V ആണെന്ന് വിചാരിക്കുക. അപ്പോൾ V1 is equal to V/2. രണ്ടാമത് പറഞ്ഞത് ഏത് ടെമ്പറേച്ചറിലാണെന്നാണ്. അപ്പോൾ T2 നമുക്കറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ വോള്യത്തെക്കാട്ടും ഡബിൾ ആവും ആ ഒരു ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ V2 എന്ന് പറയുന്നത് 2V ആവും. ഇവിടെ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചറും വോള്യവും തമ്മിലുള്ളൊരു റിലേഷനാണ്. അത് കാണിക്കുന്നത് ഏത് ലോവാ? ചാൾസ് ലോ അല്ലേ? പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ. സിൻസ് പ്രഷർ ഇസ് കോൺസ്റ്റൻറ്റ്, ചാൾസ് ലോ ക്യാൻ ബി അപ്ലൈഡ്. അപ്പോൾ V1/T1 is equal to V2/T2. അതിൽ നിന്ന് T2 എങ്ങനെ കാണും? V2T1/V1. അപ്പോൾ 2V into 300/V/2 എന്നാവും. നമുക്ക് ആൻസർ 1200 കെൽവിൻ എന്ന് കിട്ടും. അത് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് ഓപ്ഷൻസിലൊരു മിസ്റ്റേക്കാണ്. 1200 കെൽവിനാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചിരുന്നത് ലിക്വിഡ് ഡ്രോപ്സിന് സ്പെരിക്കൽ ഷേപ്പാണ്. എന്തുകൊണ്ടാണ്? സർഫസ് ടെൻഷൻ കാരണമാണ്. കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. The lowest energy state of a liquid will be when surface area is minimum. അല്ലേ, ലിക്വിഡിന് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് കിട്ടുക അതിന് സർഫസ് ഏരിയ മിനിമം ആകുമ്പോഴാണ്. അപ്പോൾ സ്പെരിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് മിനിമം ഏരിയ ഉള്ളതാണ്. അതുകൊണ്ട് ലിക്വിഡ് ഡ്രോപ്സ് അസ്യൂം ടു ബി സ്പെരിക്കൽ ഇൻ ഷേപ്പ്. ഇനി അടുത്തത് മാർച്ച് 2017 ചോദിച്ചതാട്ടോ. ഗിവ് ദ റീസൺ ബിഹൈൻഡ് ദ ഫോളോയിങ്. ഗിവ് റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ദ ഗ്ലാസ് വിൻഡോ പാനൽസ് ഓഫ് ഓൾ ബിൽഡിങ്സ് ആർ തിക്കർ അറ്റ് ദി ബോട്ടം ദാൻ അറ്റ് ദി ടോപ്പ്. അതായത് പണ്ടത്തെ ബിൽഡിങ്സിലൊക്കെ ഗ്ലാസ് വിൻഡോ പാനലൊക്കെ മുകളിലേക്കാട്ടും താഴത്തെ ആ ഒരു ഭാഗം തിക്കറായിരിക്കും. നമ്മൾ ജനലിലേക്ക് തുറക്കാൻ നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വേറൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെന്ന് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ എന്താ ആൻസർ എന്ന്. ഗ്ലാസ് ഇസ് എൻ എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ്. It is so viscous that many of its property resemble solids.
Thus, glass is considered as a pseudo-solid. It has a tendency to flow very slowly. Hence, the glass window panes of all buildings are thicker at the bottom than at the top. അതായത് ഗ്ലാസ്സിന് വിസ്കസ് ലിക്വിഡ്, എക്സ്ട്രീംലി വിസ്കസ് ആയിട്ടുള്ളൊരു ലിക്വിഡാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസൊക്കെ സോളിഡായിട്ട് നല്ല റിസംബ്ലൻസ് ഉണ്ട്, അതായത് സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഗ്ലാസ്സിന് നമുക്ക് എന്ത് പറയാം, ഒരു സ്യൂഡോ സോളിഡായിട്ട് പറയാം. വിസ്കസ് ലിക്വിഡായിട്ടാണ് ആക്ട് ചെയ്യണത്, പക്ഷേ അതിന് കുറേ സിമിലാരിറ്റി സോളിഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിന് നമുക്ക് സ്യൂഡോ സോളിഡ് എന്ന് പറയാം. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഭയങ്കര സ്ലോ ആയിട്ട് അത് ഫ്ലോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു ഫ്ലോയിങ് ടെൻഡൻസി ഉള്ള കാരണവും സോളിഡായ കാരണവും അത് വെരി സ്ലോലിയാണ് ഫ്ലോ ചെയ്യുക. അതുകൊണ്ടാണ് വിൻഡോ പാൻസ്, ഓൾഡ് ബിൽഡിങ്സിൻ്റെ ഒക്കെ ഗ്ലാസ് വിൻഡോ പാൻസ് ഒക്കെ തിക്കർ അറ്റ് ദി ബോട്ടം കമ്പയർ ടു ദാൻ അറ്റ് ദി ടോപ്പ് ആവണത്. ഓക്കെ, ഇനി അടുത്തത് ഗീവ് റീസൺ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ഗ്ലാസ് എഡ്ജസ് ആർ ഹീറ്റഡ് ഫോർ മേക്കിംഗ് ദം സ്മൂത്ത്. ഗ്ലാസ് എഡ്ജസ്, ഷാർപ്പായിട്ടുള്ള ഗ്ലാസ് എഡ്ജസ് അല്ലേ, അതിനെ ഹീറ്റ് ചെയ്ത് സ്മൂത്ത് ചെയ്യുക. ഓക്കെ, സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള റീസൺ, on heating the glass melts and the surface of the liquid tends to take a rounded shape at the edges due to surface tension, which makes this edges smooth. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ഗ്ലാസ് മെൽറ്റ് ചെയ്യും. അങ്ങനെ മെൽറ്റ് ചെയ്ത് ലിക്വിഡ് സർഫസ് എന്തുണ്ടാവും, റൗണ്ട് ഷേപ്പിൽ വരാൻ തുടങ്ങും. സർഫസ് ടെൻഷൻ കാരണം റൗണ്ട് ഷേപ്പിൽ വരാൻ തുടങ്ങും. ഏരിയ കുറയ്ക്കാനല്ലേ നോക്കുക. അപ്പോൾ ഏരിയ കുറവുള്ളത് ഇതിനാ റൗണ്ടഡ് ഷേപ്പ്, ഒരു സ്പെരിക്കൽ ഷേപ്പ് അല്ലേ. അപ്പോൾ ആ എഡ്ജസ് റൗണ്ടഡ് ഷേപ്പിൽ വരും സർഫസ് ടെൻഷൻ കാരണം. അതുകൊണ്ടാണ് നമുക്കതിനെ ആ എഡ്ജസിന് സ്മൂത്ത് ആയിട്ട് തോന്നുന്നത് വെൻ ദ ഗ്ലാസസ് ആർ ഹീറ്റഡ്. ഓക്കെ, ഇനി അടുത്തത് ബി പാർട്ടിൽ മാക്സ്വെൽ ആൻഡ് ബോൾസ്മാൻ ഹാവ് ഷോൺ ദാറ്റ് ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലർ സ്പീഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മോളിക്കുലർ മാസ്. വാട്ട് ഡു യു മീൻ ബൈ മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റി? എന്താണ് മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റി എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ ചോദിച്ചിട്ടുണ്ട് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ വിച്ച് വിൽ മൂവ് ഫാസ്റ്റർ, നൈട്രജൻ ആണോ ക്ലോറിൻ ആണോ? അപ്പോൾ ആദ്യം മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഇസ് എ വെലോസിറ്റി പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഒരു തന്നിരിക്കുന്ന ടെമ്പറേച്ചറിൽ കൂടുതൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസും ഏത് വെലോസിറ്റിയാണ് പൊസസ് ചെയ്യണേ, അതാണ് മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റി എന്ന് പറയുക. ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ മാക്സിമം ഓഫ് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലർ വെലോസിറ്റി. ഇതിനാണ് മാക്സിമം വാല്യൂ തരിക. മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലർ വെലോസിറ്റിയിൽ മാക്സിമം വാല്യൂ തരുന്നത് മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റിയാണ്. ഈ ഒരു സെൻറ്റൻസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മോസ്റ്റ് പ്രൊബബിൾ വെലോസിറ്റി ഇസ് ദി വെലോസിറ്റി പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് എഴുതണം. പിന്നെ നമ്മളോട് ചോദിച്ചിരുന്നത് സെയിം ടെമ്പറേച്ചറിൽ തന്നെ നൈട്രജൻ ആണോ ക്ലോറിൻ ആണോ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാമെന്നായിരുന്നു. നൈട്രജൻ ആണ്. കാരണം എന്താ വെച്ചാൽ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഗ്യാസ് മോളിക്യൂൾസ് വിത്ത് ലൈറ്റർ മാസ് ഹാവ് ഗ്രേറ്റർ സ്പീഡ് ദാൻ ഹെവിയർ ഗ്യാസ് മോളിക്യൂൾസ്. അതായത് ഒരേ ടെമ്പറേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈറ്റർ മാസ്, അതായത് മാസ് കുറവുള്ളവർക്കാണ് നല്ല സ്പീഡിൽ പോകാൻ പറ്റുക ദാൻ ദി ഹെവിയർ ഗ്യാസ് മോളിക്യൂൾസ്. Thus, at the same temperature, light nitrogen molecules move faster than heavier chlorine molecules. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈട്രജൻ മോളിക്യൂൾസ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സെയിം ടെമ്പറേച്ചറിൽ അത് ക്ലോറിൻ മോളിക്യൂൾസ്, ഹെവിയർ ആയിട്ടുള്ള ക്ലോറിൻ മോളിക്യൂൾസിനെക്കാട്ടും ഫാസ്റ്റിൽ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.